ക്ഷേത്രം ജീവനക്കാർ ശമ്പള കുടിശ്ശികയായി മലബാർ ദേവസ്വത്തിന് മുന്നിൽ കൈനീട്ടുമ്പോഴും ബോർഡിന്റെ ആഡംബരത്തിന് യാതൊരു കുറവുമില്ല. ദേവസ്വം ബോർഡ് കമ്മീഷണർക്ക് സഞ്ചരിക്കാനായി 20 ലക്ഷത്തോളം രൂപ ചെലവിൽ ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റയാണ് മലബാർ ദേവസ്വം ബോർഡ് വാങ്ങിയത്. നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഹനത്തിന്റെ കാലാവധി കഴിയും മുൻപാണ് ഈ സാമ്പത്തിക ധൂർത്ത് നടന്നിരിക്കുന്നത്. ശിവദാസ് കന്മനം തുടരുന്നുണ്ട്. ശിവദാസ്, വളരെയധികം ധൂർത്ത് ഇപ്പോൾ നടന്നു വരുന്നു എന്ന് പറയാതിരിക്കാൻ വയ്യ. എന്നാലും മലബാർ ദേവസ്വത്തിന് മുന്നിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു ആഡംബര കാർ കൂടി നിലവിലുള്ള വാഹനത്തിന്റെ കാലാവധി കഴിയും മുൻപ് കൊണ്ടുവന്നിരിക്കുന്നത്. തീർച്ചയായും ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. പല ക്ഷേത്രങ്ങളും ദൈനംദിന ചിലവുകൾക്ക് പോലും ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഓരോ ക്ഷേത്രങ്ങളെയും വ്യത്യസ്ത വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. ABCD എന്നിങ്ങനെ വ്യത്യസ്ത കാറ്റഗറിയായി തിരിച്ചിട്ടുണ്ട്. ഇതിൽ CD കാറ്റഗറിയിലുള്ള ക്ഷേത്രങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. പലപ്പോഴും മാസങ്ങളായി ഈ ക്ഷേത്രങ്ങളിലെ ജീവനക്കാർക്ക് ശമ്പളം പോലും ലഭിച്ചിട്ടില്ല. ചില ഇടങ്ങളിൽ ഒരു വർഷം തന്നെ പിന്നിട്ടിട്ടുണ്ട്. ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടിലാണ് ഈ ക്ഷേത്രങ്ങളിലെ ജീവനക്കാർ. പലർക്കും വീടുകളിലെ ദൈനംദിന കാര്യങ്ങൾ പോലും നടത്താൻ കഴിയുന്നില്ല. പലരും പട്ടിണിയിലാണ്. 3000-ലേറെ കുടുംബങ്ങൾ ഇങ്ങനെ ഈ ക്ഷേത്രത്തെ ആശ്രയിച്ചു മാത്രം കഴിയുന്ന ആളുകളുണ്ട്. ഈ കുടുംബങ്ങൾ ഇപ്പോഴും ഇങ്ങനെ പട്ടിണി കിടക്കുമ്പോഴാണ് മലബാർ ദേവസ്വം ബോർഡ് വലിയ രീതിയിൽ ധൂർത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മലബാർ ദേവസ്വം കമ്മീഷണർക്ക് മാത്രമായി സഞ്ചരിക്കാൻ ഒരു പുതിയ വാഹനം വാങ്ങിയിട്ടുണ്ട്, ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റ. ഇതിന്റെ വില ഏകദേശം 20 ലക്ഷത്തോളം രൂപയാണ്. മാത്രമല്ല, നിലവിലുള്ള വാഹനത്തിന്റെ കാലാവധി പോലും കഴിയാതെയാണ് ഇത്തരത്തിലുള്ള ഒരു ആഡംബര വാഹനം വാങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. ഏറ്റവും എടുത്തു പറയേണ്ടത്, ഇങ്ങനെ ക്ഷേത്രങ്ങളിലെ ജീവനക്കാരും ക്ഷേത്രങ്ങളും വളരെ ദയനീയമായ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ധൂർത്ത് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. മാത്രമല്ല, ഈ ദേവസ്വം ബോർഡിന്റെ ആസ്ഥാനങ്ങളും മറ്റു കെട്ടിടങ്ങളും നവീകരിക്കാനും ഓടി പിടിപ്പിക്കാനുമായി ലക്ഷങ്ങൾ ചിലവാക്കുന്ന സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഇതിനെതിരെയെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ക്ഷേത്ര ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം കമ്മീഷണറുടെ ഓഫീസിന് മുൻപിൽ ധർണ നടത്തിയിരുന്നു. ഇവരുടെ ഈ ജീവിക്കാൻ ആവശ്യമായ ജോലി എടുത്തിട്ടുള്ള അതിൻ്റെ ശമ്പളമെങ്കിലും നൽകണം എന്ന് പറഞ്ഞുള്ള പ്രതിഷേധ ധർണയാണ് നടത്തിയത്. ഇങ്ങനെ ധർണ നടത്തിയിട്ടും സമരം ചെയ്തിട്ടും ഒന്നും തന്നെ ദേവസ്വം ബോർഡ് അധികാരികൾക്ക് കണ്ണു തുറക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ അവർ ഇപ്പോഴും അവരുടെ ധൂർത്ത് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പലപ്പോഴും വിശ്വാസികൾ അല്ലാത്ത ആളുകൾ ഈ ക്ഷേത്ര ദേവസ്വം ബോർഡിൻ്റെ എല്ലാം തന്നെ തലപ്പത്ത് ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ ഒരു പ്രശ്നം. കാരണം അവർക്ക് വിശ്വാസികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയുന്നില്ല, ക്ഷേത്രങ്ങളുടെ വിഷയങ്ങളിൽ ഇടപെടാൻ കഴിയുന്നില്ല, ക്ഷേത്ര ജീവനക്കാരുടെ പ്രശ്നങ്ങളിൽ അവർക്ക് ഇടപെടാൻ കഴിയുന്നില്ല. കാരണം അവർ വിശ്വാസികളല്ല, അത്തരത്തിലുള്ള ആളുകളാണ്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് നേതാക്കളാണ് പലപ്പോഴും ഈ ദേവസ്വം ബോർഡിൻ്റെ എല്ലാം തന്നെ അധികാരത്തിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് കൃത്യമായി ഇത്തരം വിശ്വാസികളുടെ വിഷയത്തിൽ അവർക്ക് ഇടപെടാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ ബോധപൂർവം അവർ ഇടപെടുന്നില്ല. വെറും പണത്തിൽ മാത്രം കണ്ണുവെച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് അവർ നേരത്തെ നടത്തിയിരുന്നത്. ഇപ്പോഴും അത് തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. എന്തായാലും ക്ഷേത്ര ജീവനക്കാർ ഒരു വലിയ പ്രതിഷേധത്തിന്റെ പാതയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ ആഡംബര കാറുകൾ അടക്കം വാങ്ങിക്കൂട്ടുന്ന ഒരു സ്ഥിതി നിലവിലുള്ളത്. ദേവിക. ശരി ശിവദാസ്.